ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ എഴുന്നേൽക്കാൻ ഞാൻ ചെറുതായിട്ടൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു. എങ്കിലും ശരി തന്നെ, ഞാൻ രാവിലെ കുട്ടികളെ വിടണം. അവർക്ക് 7:20 ഗേറ്റ് അടയ്ക്കും. അപ്പം ഞാൻ 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന പതിവാണ്. അപ്പോൾ രാവിലെ ഞാൻ തന്നെയാണ് കൊണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് ഇഷ്ടമുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. കപ്പലണ്ടി ചട്നിയും ദോശയും. കപ്പലണ്ടി ചട്നി നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. കപ്പലണ്ടി ഒന്ന് വറുത്തിട്ട് അതിനകത്തിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും ചുവന്നുള്ളി ഇപ്പോൾ ഉണ്ടായിട്ട് ഞാൻ പിന്നെ ചുവന്നുള്ളി ഇടാം, അല്ലെങ്കിൽ സവാള ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കടുക് താളിച്ച് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കുമെങ്കിൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഇന്ന് അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ദോശ ഉണ്ടാക്കുന്നത് വെച്ചാൽ കുഞ്ഞു ദോശയാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് വിടുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചമ്മന്തി എല്ലാം അരച്ച് കടുവെല്ലാം താളിച്ച് ദോശ ഉണ്ടാക്കി അവർക്ക് ടിഫിനെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇവിടെ മോളെ റെഡിയാക്കുന്ന റിസ്ക്കാണ് കേട്ടോ. ആൾ തന്നെ കുളിച്ച് റെഡിയാക്കിയോളും. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ, മുടി കെട്ടില്ല. എങ്ങനെയൊക്കെ നമ്മൾ മുടി കെട്ടി കൊടുത്താലും ആളിന് പിടിക്കൂല. മോനെക്കൊണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. അവൻ തന്നെ എല്ലാം റെഡിയായി, അവൻ തനിയെ റെഡിയായി നിൽക്കും. വേണമെങ്കിൽ അവളുടെ കാര്യം കൂടെ നോക്കും. അവളുടെ ടിഫിനെല്ലാം എടുത്ത് ബാഗിൽ വെച്ച് സെറ്റാക്കി കൊടുക്കും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാം വെച്ച് റെഡിയാക്കിയിട്ട് വേണം എനിക്കിവരെ കൊണ്ടുവിടണം രാവിലെ. അപ്പം പിന്നെ രാവിലെ മോളെ ഞാൻ കൊണ്ടുവിടുന്നതാണ് പതിവ്. മോൻ സൈക്കിളിൽ അങ്ങ് പോകും. 7:20 മുന്നേ നമുക്ക് ഗേറ്റിലെത്തണം. 7:20 കഴിഞ്ഞ് KV സ്കൂൾ അടയ്ക്കും. ഗേറ്റ് അടച്ചു കഴിഞ്ഞ് പിന്നെ അവർ വലിയ പാടാണ്, നമ്മൾ ഗേറ്റ് കൊടുത്തില്ല. അപ്പോൾ 7:10 എനിക്ക് 10 മിനിറ്റ് വിടുന്ന കൊണ്ട് പോയാൽ മതി. 7:10 ആകുമ്പോഴാണ് ഞങ്ങളിന്ന് സ്ഥിരം ഇറങ്ങുന്നത്. അപ്പം ഞാനും മോളോട്ട് രാവിലെ നല്ല അംഗമാണ്. അതെല്ലാം കഴിഞ്ഞ് ഞാനും മോളെ റെഡിയാക്കിയാൽ അവൾ പിന്നെ അങ്ങ് പൊയ്ക്കോളും. പിന്നെ ഞാനങ്ങ് കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നു. ഒരു കുളിയൊക്കെ ഒന്ന് പാസ്സാക്കി. നല്ല ചൂട്, ഒരു രക്ഷയില്ല. ഭയങ്കര ചൂട്, നമുക്ക് നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി ചൂടാണ്. അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് വന്നിട്ട് ഒന്ന് കുളിച്ച് റെഡിയായി. അടുത്ത നമ്മുടെ എന്താ പറയുക, ഉച്ചയ്ക്കത്തിനുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്കത്തിനുള്ള ഫുഡിനായിട്ട് ഞാൻ കിച്ചണിൽ കയറി. എൻ്റെ അമ്മ കിച്ചണിലാണെങ്കിൽ ഒന്നും പറയണ്ട. കിച്ചണിലാണെങ്കിൽ ഇന്നലെ നൈറ്റ് എനിക്ക് നല്ല കാലുവേദനയായിരുന്നു, നിൽക്കാൻ കൂടി വയ്യാത്തത് കാരണം ഞാൻ പാത്രമെല്ലാം അങ്ങനെ ഇട്ടിരുന്നതാണ്. അന്നേരം ഇന്നലെ രാത്രിത്തെ പാത്രവും ഇന്ന് രാവിലത്തെ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് നല്ല പണിയായിരുന്നു. പിന്നെ ഞാൻ മുന്നേ എന്താ പറയുക, ഒരു കട്ടൻ എനിക്ക് ഇട്ട് കുടിച്ചു. അപ്പോൾ ചായ കുടിക്കുന്ന പതിവില്ല കേട്ടോ, ബ്ലാക്ക് ടീയാണ് കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ച് പെട്ടെന്ന് പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനാണെങ്കിൽ ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയ സമയത്ത് മീനും കുറച്ച് ചക്ക കിട്ടി. അപ്പോൾ ചക്കയും ചിക്കനൊക്കെ വാങ്ങിയിട്ട്, ചക്കയുടെ കാര്യമൊന്നും പറയണ്ട. ചക്ക ഞങ്ങൾ വാങ്ങിച്ചു, അന്നേരം കുഴപ്പമായിട്ടും തോന്നിയില്ല. ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു, നമ്മൾ കഴിച്ചു നോക്കിയില്ലല്ലോ. അപ്പോൾ ഫ്രഷായിട്ട് തോന്നി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പക്ഷെ രാവിലെ എടുത്തപ്പോൾ ചെറിയ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ കഴിച്ചു കേട്ടോ. ചക്കയ്ക്ക് ഇവിടെ ഭയങ്കര വില, ഞാൻ നേരത്തെ ഒരു വീടിക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 90 രൂപയാണ് വില. അതുപോലത്തെ തേങ്ങയും 80 രൂപയാണ് ഒരു തേങ്ങയ്ക്ക് വില. ഒരു രക്ഷയില്ല. പക്ഷേ എങ്കിലും ഞാനിപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ആഴ്ച ആയത് കൂടി ഉള്ളതെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ ചക്ക സീസൺ ആയിരുന്നല്ലോ. പക്ഷേ എനിക്കെന്താ ചക്കയോടും ചീനിയോടൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ പിന്നെ എവിടെ കണ്ടാലും ഞാൻ വാങ്ങും. അങ്ങനെ ചക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഇന്നലെ. അപ്പോൾ ചക്കയും വേവിച്ചു. പിന്നെ ഞാനാണെങ്കിൽ മീനെടുത്ത് വറുത്തു. മക്കൾക്ക് മീൻ വറക്കുന്നതാണ്. മോള് ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നുണ്ട്. അവൾക്ക് മീൻ വറുത്താൽ ഒരു ഇച്ചിരി തിന്നോളും. അതിന് ഞാൻ അവൾക്ക് വേണ്ടി മീൻ വറുത്തു. പിന്നെ ഇവിടുത്തെ മീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ മീൻ വറുത്തിട്ട് കറി വെച്ചാൽ ഒരു ടേസ്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്ത് മസാല ഒന്നും പിടിക്കാണ്ട് ഒരുമാതിരി വെളുത്തിരിക്കും. അങ്ങനെ ഞാൻ മീനും വറുത്ത് അത് തന്നെ കുറച്ച് മുളക് കറി വെച്ച്, എനിക്ക് മാത്രം മതിയല്ല കറി. അങ്ങനെ മുളക് കറി ഉണ്ടാക്കി. അതിനിടയ്ക്ക് കൂടെ വീണ്ടും ഞാൻ ഒരു തേയിലുള്ള ഇട്ട് കുടിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല, ചൂട് കാരണം എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞൊരു കിച്ചണാണ്, ഒന്നിനും ഇടയില്ല. എൻ്റെ കയ്യിൽ നിറയെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഈ കിച്ചണിൽ സ്ഥലമേ ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഏകദേശം പിന്നെ ഒരാശ്വാസം എന്ന് പറഞ്ഞാൽ മീൻകറി വെക്കാനാണെങ്കിൽ ചുമന്നുള്ളി ഉണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ പോയപ്പോൾ നമ്മൾ ചുമന്നുള്ളിയും തേങ്ങ ഞാൻ കൊണ്ടുവന്നില്ല, വെയിറ്റ് എടുക്കാൻ വയ്യാതുകൊണ്ട് തേങ്ങ അധികം ഞാൻ കൊണ്ടുവന്നില്ല. അവർ കുറച്ച് തേങ്ങ കൊണ്ടുവന്നോളൂ. ബാക്കി ചുമന്നുള്ളി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് മീൻകറിയൊക്കെ വെക്കാൻ പറ്റി. അങ്ങനെ ഞാൻ മുളക് അരച്ച് മീൻകറി വെച്ച് കേട്ടോ. മീൻകറി വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എത്രയായാലും ഞാൻ ചട്ടിക്കളത്തിൽ മാത്രമേ മീൻകറി വെക്കത്തുള്ളൂ. ഇവിടുത്തെ മീൻ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും വലിയ നാട്ടിലെ മീനിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒന്നും വരത്തില്ല. പിന്നെ കുട്ടികൾക്കുള്ള മീനും വറുത്ത് വെച്ചു. ഞാനത് കുറച്ചെടുത്ത് മീൻകറിയും വെച്ച് ചക്കയൊന്ന് വേവിച്ച്
അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ കുക്കറിലാണെങ്കിൽ ചോറ് വെച്ചിട്ടുണ്ട്. അത് രാവിലെ അത് എടുത്ത് നോക്കിയാൽ വെന്തില്ല, ചുമന്ന അരിയാണ്. അപ്പോൾ ചുമന്ന അരി 1 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഞാൻ കുക്കറിലിട്ട് ചോറ് വെക്കുന്നത് പതിവ്. അങ്ങനെ നോക്കിയപ്പോൾ അത് വെന്തില്ലായിരുന്നു. പിന്നെ മീൻകറി വെക്കുന്നത് സെറ്റായതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ കുക്കറിൽ നിന്ന് ചോറും എടുത്ത് വെച്ച് അതും ഒന്ന് റെഡിയാക്കി. അപ്പോഴേ ഏകദേശം എൻ്റെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി കേട്ടോ. ബാക്കി മീനെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. കുറച്ച് ഞങ്ങൾക്ക് 3 ആൾക്കും മതിയല്ലോ, മോളൂട്ടിയെ കൂട്ടണ്ട, അത് പ്രത്യേകിച്ചൊന്നും കഴിക്കത്തൊന്നുമില്ല. പിന്നെ ചൂടല്ലേ, ഞാൻ പിന്നെ തൈര് ഇടാക്കി വെച്ചിട്ട് തൈര് ഞാനിപ്പോൾ കഴിക്കും നല്ലതുപോലെ കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടാണ്, എനിക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അത് കാരണം എനിക്കൊന്നുമല്ല, നമുക്ക് ഇവിടുത്തെ ചൂട് അത്രയ്ക്കും ചൂടാണ് കേട്ടോ. അപ്പം സെറ്റാവില്ല. അപ്പോൾ എല്ലാം ഒക്കെ ഒന്ന് റെഡിയാക്കി. ഞാൻ നാട്ടിൽ പോയപ്പോൾ ചുമന്ന അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം നല്ല ചുമന്ന അരിയുടെ ചോറും മീൻകറിയും ചക്ക കുറച്ച് വേവിച്ചതും ചെറിയ മധുരമുണ്ടായിരുന്ന ചക്കയ്ക്ക് എങ്കിലും സെറ്റായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യലാണ് തൈരിനകത്ത് ഞാനാണെങ്കിൽ പച്ചമുളക് ആടിയിട്ട് തരാം. അപ്പം നാട്ടിൽ നിന്ന് കാന്താരി മുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം തൈരിൽ ഞാൻ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ തന്നെ മക്കൾസ് 2 വന്നു. അപ്പോൾ മോളുടെ ഒരു ഫ്രണ്ടുണ്ട്, മോളുടെ ഫ്രണ്ടല്ല, ഞങ്ങൾ അടിപൊളിയായിട്ട് ഫ്രണ്ട്സായിട്ട് 2 വർഷമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും 2 ഇടത്തിട്ട് മാറി. അതുമാത്രമല്ല, അവർ ഡെലിവറിക്ക് പോയിരുന്നായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുന്നേ വന്ന് ഞാൻ ബേബി ആയപ്പോൾ ഞാൻ ബേബി പോയി കണ്ട്, ബേബിയെ കാണുന്നതിനെക്കാട്ട് ഇതേ ആളിന് ഈ കൂട്ടുകാരെ കാണുന്നതിന് ഇഷ്ടം കേട്ടോ. അങ്ങനെ അവിടെ പോയി കൂട്ടുകാരെയും കൂട്ടി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. 6-7 മണി വരെ ആൾ ഞങ്ങളോട് ഉണ്ടായിരുന്നു. അപ്പോഴും നോക്കിയപ്പോൾ മോടെ ഫോണിൽ മെസ്സേജ് വന്ന് കിടക്കുന്നു, മോടെ സ്കൂളിലെ ഡ്രോയിങ് ബുക്ക് വേണമെന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ റെഡിയായി ഞാൻ പോയി. ഈ സമയം എന്ന് പറഞ്ഞാൽ മണി 7:30 7:30 കഴിഞ്ഞു ഞാൻ ഇറങ്ങിയപ്പം. അപ്പോഴും അത്രയും നല്ല തെളിച്ചമാണ്, അത്രയ്ക്ക് ചൂടാണ് ഇവിടെ, വെയിൽ കൂടുതൽ, ഇപ്പോൾ ദിവസം കൂടുതൽ, നൈറ്റ് കുറവാണ് ഇവിടെ. അപ്പം ഈ 7:30 7:45 സമയത്ത് ഇതേ വെളിച്ചമാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ ബുക്ക് സ്റ്റാളിൽ ഇവിടെ നിന്ന് ഗിജറ കോംപ്ലക്സിൽ പോയിട്ട് ബുക്ക് സ്റ്റാളിൽ ചെന്ന് ബുക്കൊക്കെ വാങ്ങിയിട്ട് വന്ന്. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ തേയിലവെള്ളമൊക്കെ ഇട്ട് വീണ്ടും കുടിച്ച്. ഞാനൊരു ദിവസം എങ്ങനായാലും 3-4 തേയിലവെള്ളം കുടിക്കും കേട്ടോ. പിന്നെ ചൂടും കൂടെ ആയതുകൊണ്ട് പിന്നെ തണുത്ത വെള്ളം കുടിക്കാമെന്ന് വെച്ചാൽ എനിക്ക് തൊണ്ട പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളം അധികം കുടിക്കത്തില്ല. വീണ്ടും അങ്ങനെ തേയിലവെള്ളമൊക്കെ ഇട്ട് കുടിച്ച് മക്കളെ പഠിപ്പിക്കാനായിട്ട് ഇന്ന് പഠിത്തം ഇപ്പം മെയിനാണെന്ന് വെച്ചാൽ മോന് 16-ാം തീയതി എക്സാമാണ്, ട്യൂഷന് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല. ഇപ്പം ഞാൻ ട്യൂഷന് വിടുന്നുണ്ട് ആളിനെ. അപ്പം മോളാണെങ്കിലൊന്നും പറയണ്ട, അവളെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നല്ല പെരളിയാണ്. അവളെ പഠിപ്പിക്കാൻ അവൾ വന്നിട്ടേ വൈകിട്ട് ഹോംവർക്ക് ചെയ്ത് വെക്കും. നമ്മളങ്ങനെ ഹോംവർക്ക് ചെയ്യാനൊന്നും പറയേണ്ട ആളിനോട്, പെട്ടെന്ന് ആളെല്ലാം ചെയ്തോളും കേട്ടോ. പഠിക്കാൻ വിളിച്ചപ്പോൾ ആദ്യം വന്നില്ല. ഞാൻ പറഞ്ഞത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, പഠിക്കാമെങ്കിൽ മോളെ ഇതിനകത്ത് കൂട്ടാന്ന് ഓടി വന്ന് എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ മാത്സ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആൾ എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് കുരുത്തക്കിടക്ക് കാണിക്കുന്നുണ്ട്, എങ്കിലും നിന്ന് തന്ന് വീഡിയോ എടുക്കുന്ന സന്തോഷത്തിൽ ആൾ നിന്നിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. മോൻ എക്സാം ആയതാണ്, എനിക്ക് നല്ല ടെൻഷനാണ്. അപ്പം കെ വി സ്കൂളിലോട്ട് ഞാൻ ഈ വർഷം മാറ്റിയത് കാരണം ആളിന് പഠിപ്പിച്ച് നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടുന്നതിലൊക്കെ പേടിയൊക്കെ ഉണ്ടാണ്. അപ്പോൾ ആൾ നല്ലപോലെ പഠിക്കാനുള്ള തയ്യാറ്. 8-9 വരെ മോനിപ്പോൾ പഠിക്കാനിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കത്തുള്ളൂ. അതുപോലെ അച്ഛനില്ലാത്തതാണ് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങുന്ന പതിവുകൊണ്ട്. അങ്ങനെ നൈറ്റ് ഫുഡിന് ദോശയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മീൻകറി അല്ലായിരുന്നു. അപ്പം മോൾക്ക് ഇതൊന്നും വേണ്ട, അവൾക്ക് മാഗി മതി എന്ന് പറഞ്ഞ് പിന്നെ അവൾക്ക് ഞാൻ മാഗിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മോന് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് മോൻ വൈകിട്ട് വന്നപ്പോൾ ഇതൊക്കെ കഴിച്ച് ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും മോളും കഴിച്ചു കേട്ടോ. ഞാൻ മീൻകറിയും ദോശയും കഴിച്ചു, മോളും മാഗിയും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുൾ അംഗം കഴിഞ്ഞു. എൻ്റെ കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം എൻ്റെ 2 കിടത്തി ഉറങ്ങത്തില്ല, ആളുടെ മേള. ഹായ്. അപ്പം മക്കൾസ് 2 പേരും ഉറക്കമായി കേട്ടോ. അപ്പോൾ 2 ആളും ഉറക്കം എന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് ഞാനവരെ വിളിച്ചുണർത്തും. അപ്പോൾ 2 ആളും ഉറക്കമായി. ഇന്നത്തെ എൻ്റെ അംഗമെല്ലാം കഴിഞ്ഞ അവരുമായിട്ടുള്ളത്. അപ്പം എന്താ പറയുക, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ സഹായിക്കുന്നതിൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം എൻ്റെ ഇത്രയൊന്നുമല്ല, ഞാൻ ഇടയ്ക്ക് എനിക്ക് തയ്യലുണ്ട് ഇവിടെ. തയ്ക്കുന്നത് കാരണം എനിക്ക് ആ സമയത്തൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ കിട്ടുന്ന സമയം ബാക്കി ടൈം ഫുള്ള് ഞാൻ തയ്ക്കാനായിട്ടാണ് മാറ്റി വെക്കുന്നത് കേട്ടോ. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 12 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആവും. അത് കഴിഞ്ഞ് ഞാനിത് തയ്ക്കുകയാണ് പതിവ്. അപ്പോൾ തയ്യലിൻ്റെ വീഡിയോസൊന്നും കിട്ടില്ല, അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഓണമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ്, ഞാൻ വീഡിയോസ് പറയുന്നുണ്ട്. ചൂട് കാരണം
നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പം കോട്ടേഴ്സ് ചെയ്യുന്നത് കോട്ടേഴ്സ് ചെറുതും കൂടെ ആയത് കാരണം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു ഗുഡ് നൈറ്റ് പറയുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരോടും ഒരുപാട് 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 താങ്ക്സും സന്തോഷമുണ്ട്. അപ്പം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരെയും സഹായം വേണം. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ കൂടിയേ തീരത്തോളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വെരി വെരി ഹാപ്പി.